ഇന്നത്തെ 4 മണിക്ക് പോയാൽ നമ്മള് 12 വഴി പോകാൻ ഇപ്പൊ എണ്ണ തരുന്നത് അങ്ങനെ എന്റെ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. മരാണോ അന്ന് വന്ന മരാണോ ഒന്ന് ഓർമ്മയുണ്ടോ? ക്രിസ്ത്യനെ വന്നാണോ? ബാക്കി 3 ശരി. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കടയ്ക്കലിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി കടയ്ക്കൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കടയ്ക്കൽ കോവൂർ സ്വദേശികളായ രാഹുൽ, ജയേഷ്, ലിജോ, അജീഷ് എന്നിവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കടയ്ക്കൽ വയല ശരത് ഭവനിൽ 38 വയസ്സുള്ള ശരത്താണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 4-ാം തീയതി കൊല്ലപ്പെട്ടത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ശരത്ത് സ്വകാര്യ ബസ് ഡ്രൈവറും കേസിലെ പ്രധാന പ്രതിയുമായിട്ടുള്ള അജീഷ് സ്വകാര്യ ബസ്സിലെ മാനേജറുമായിരുന്നു. അന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ മുൻവൈരാഗ്യത്തെ തുടർന്ന് 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കടയ്ക്കൽ ബാറിൽ വെച്ച് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇത് പിന്നീട് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും പോയ സംഘം പിന്നീട് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമായി എത്തുകയും മേലെ പന്തളമുക്കിൽ വെച്ച് ശരത്തിനെ വെട്ടിയും കുത്തിയും ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ അന്നു തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് റിമാൻഡ് ചെയ്ത പ്രതികളെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കോടതി അനുമതിയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ആദ്യം അടിപിടി നടന്ന ബാർ, പിന്നീട് കൊലപാതകം നടത്തിയ മേലെ പന്തളമുക്ക്, കൊലയ്ക്ക് ശേഷം കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഒളിപ്പിച്ച പിൽഗിരിയിലെ ആളൊഴിഞ്ഞ വീടും പരിസരവും ഉൾപ്പെടെ എത്തിച്ച് പ്രതികളെ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് നടപടി പൂർത്തീകരിച്ച ശേഷം പ്രതികളെ തിരികെ ജയിലിലേക്ക് മാറ്റി. നാട്ടുവാർത്ത, കടയ്ക്കൽ.